നെയ്യാറ്റിൻകര ജനറൽ ആശുപത്രിയിൽ കുഴഞ്ഞു വീണ് മരിച്ച രാജേഷിന് ചികിത്സ നൽകുന്നതിൽ വീഴ്ച സംഭവിച്ചിട്ടില്ലെന്ന് ആരോഗ്യമന്ത്രി കെ മുരളീധരൻ. പിഴവ് സംഭവിച്ചോ എന്ന് അന്വേഷിക്കാൻ DHSനെ ചുമതലപ്പെടുത്തിയതായും മന്ത്രി പറഞ്ഞു. രാജേഷിന്റെ മൃതദേഹം തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ എത്തിച്ച് പോസ്റ്റ്മോർട്ടം ചെയ്യും. രാജേഷിന്റെ മരണത്തിൽ വീഴ്ച സുരക്ഷാ ജീവനക്കാരന് മാത്രമല്ലെന്നാണ് കുടുംബത്തിന്റെ ആരോപണം. നെഞ്ചുവേദനയെന്ന് ആവർത്തിച്ചിട്ടും ഡോക്ടറുടെ അടുത്തേക്ക് കടത്തിവിടാൻ സുരക്ഷാ ജീവനക്കാരനൊപ്പം സ്ഥലത്തുണ്ടായിരുന്ന നേഴ്സോ ഡോക്ടറോ തയ്യാറായില്ല. കുറ്റക്കാർക്കെതിരെ സർക്കാർ നടപടിയെടുക്കുമെന്നാണ് പ്രതീക്ഷയെന്നും കുടുംബം പറയുന്നു. അതേസമയം രോഗിക്ക് ചികിത്സ നൽകുന്നതിൽ വീഴ്ച വരുത്തിയിട്ടില്ലെന്ന് ആരോഗ്യവകുപ്പ് മന്ത്രി കെ മുരളീധരൻ പറഞ്ഞു. രോഗിയെ ഗേറ്റിൽ തടഞ്ഞ സെക്യൂരിറ്റി ജീവനക്കാരനെ പിരിച്ചുവിട്ടെന്നും മന്ത്രി. ആകെ ഉണ്ടായ ആക്ഷേപം അദ്ദേഹത്തിന് ഗേറ്റിൽ തടഞ്ഞു നിർത്തിയതാണ്. അപ്പോൾ അതനുസരിച്ച് അവിടെ തടഞ്ഞു നിർത്തിയ സ്റ്റാഫിനെ പിരിച്ചുവിട്ടു. അത് ഡെയിലി വേജസുകാരനാണ്. കഴിഞ്ഞ MLA ശുപാർശ എടുത്ത ആളാണ്. അയാളെ പിരിച്ചുവിട്ടു. അതിനിടെ രാജേഷിന്റെ മരണത്തിൽ വിമർശനവുമായി തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലെ ഡോക്ടർ ഹാരിസ് ചിറക്കൽ രംഗത്തെത്തി. നെഞ്ചുവേദനയുമായി വരുന്നവരെ ഇങ്ങനെയല്ല ചികിത്സിക്കേണ്ടത്. ക്യൂവിൽ നിർത്തിയും OP ടിക്കറ്റ് എടുക്കാൻ പറഞ്ഞുവിട്ടുമല്ല നെഞ്ചുവേദന കൈകാര്യം ചെയ്യേണ്ടത്. നെഞ്ചുവേദന ഹൃദ്രോഗത്തിന്റെ ലക്ഷണമാണെന്നും നിമിഷങ്ങൾ കൊണ്ട് രോഗിക്ക് ഹൃദയസ്തംഭനം സംഭവിക്കും. ഏറ്റവും അടിയന്തരമായി എമർജൻസി വിഭാഗത്തിലും ICUവിലും അഡ്മിറ്റ് ചെയ്ത് നിരീക്ഷിക്കേണ്ടതായിരുന്നു. ജീവനക്കാരുടെ അനാസ്ഥയാണ് മരണത്തിന് കാരണമെന്നും ഡോക്ടർ ഹാരിസ് ചിറക്കൽ തന്റെ ഫേസ്ബുക്ക് പോസ്റ്റിൽ കുറിച്ചു. രാജേഷിന്റെ മൃതദേഹം നാളെ വീട്ടുവളപ്പിൽ സംസ്കരിക്കും. മീഡിയ 1 തിരുവനന്തപുരം.